ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് കാണിക്കുന്നത് സിമ്പിളായിട്ടുള്ളൊരു ഫ്രോക്കാണ്. അതിൻ്റെ കൂടെ തന്നെ സ്കാലപ്പ് എങ്ങനെയാണ് ചെയ്യാമെന്നും കൂടി കാണിക്കുന്നുണ്ട്. യോക്കിൽ നമ്മൾ സ്കാലപ്പൊക്കെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടി ഞാൻ കോട്ടനാണ് ക്ലോത്ത് എടുത്തിട്ടില്ല, 3 മീറ്റർ അങ്ങനെ എടുത്തിട്ടുണ്ട്. ഈ ഒരു ഹേർട്ട് ഡിസൈൻ വരുന്ന ക്ലോത്ത് ഞാൻ ഓൺലൈനായിട്ടൊരു പേജിൽ നിന്നാണ് വാങ്ങിച്ചത്. പേജിൻ്റെ ലിങ്ക് വേണം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, വാങ്ങിക്കണം എന്നുള്ള ആൾക്കാർക്ക് വാങ്ങിക്കാം. 3 മീറ്റർ എടുത്തിട്ടുണ്ട്, ലൈനിങ്ങും എടുത്തിട്ടുണ്ട്. ലൈനിങ്ങിൽ നമുക്ക് ആദ്യം കട്ട് ചെയ്ത് കാണിക്കാം, കാരണം യോക്ക് ചെറിയൊരു ഡിഫറെൻ്റ് ആയിട്ട് വരുന്ന പോലെ ഒരു യോക്കാണ്. 2 പീസൊക്കെ ഫ്രണ്ടിൽ വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ലൈനിങ്ങിൽ കട്ട് ചെയ്തിട്ട് മെയിൻ ക്ലോത്തിലേക്ക് പോവാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ആദ്യം തന്നെ ക്ലോത്തിന് എന്താ പറയുക, ലൈനിങ്ങിന് 2ആയിട്ട് മടക്കി വെച്ചിട്ടുണ്ട്. ഇനി അതിന് എന്ത് ചെയ്യുക, യോക്കിൻ്റെ ലെങ്ത്ത് വൈസ് എത്ര ലെങ്ത്ത് യോക്കിന് വേണമെന്നുള്ളത് നോക്കിയിട്ട് ഞാൻ ഒന്നുകൂടെ മടക്കി ഇങ്ങനെ 2 പീസ് എടുക്കുന്നുണ്ട്. മനസ്സിലായോ? ഫ്രണ്ടിലേക്കും ബാക്കിലേക്കും എന്നുള്ളത് കൊണ്ട് ഇങ്ങനെ മടക്കിയിട്ട് ഇങ്ങനെയാണ് എടുക്കുന്നത്. അപ്പോൾ ഇതേപോലെ എടുത്തിട്ട് ഒരു 14 അത്ര യോക്ക് വേണ്ടു. അപ്പോൾ ഈ 14 ലെങ്ത്തിൽ ഇങ്ങനെ വെച്ചിട്ട് ഇതേപോലെ ഇവിടെ കട്ട് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ആദ്യം ലെങ്ത്ത് വൈസിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇത് കട്ട് ചെയ്തെടുക്കാം. ഇനി ഇതിൻ്റെ സൈഡിൽ നിന്നും കൂടി ഒന്നുകൂടെ കട്ട് ചെയ്യാനുണ്ട്. ഇവിടുന്ന് ഇങ്ങനെയും കൂടി കട്ട് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, 2 പീസായിട്ട് മാറ്റി വെക്കാം. ഫ്രണ്ടിലേക്കും ബാക്കിലേക്കും എന്നുള്ള രീതിക്ക് നമുക്ക് 2 പീസ് ആദ്യം തന്നെ മാറ്റി വയ്ക്കാം. അപ്പോൾ ഇത് ഒരു പീസ് ഫ്രണ്ടിലേക്കും ഒരു പീസ് ബാക്കിലേക്കുമാണ്. ഈ ഒരു പീസ് നമ്മൾ ഫ്രണ്ടിലേക്കാണ് യൂസ് ചെയ്യുന്നത്. ഇനി ബാക്കിലേക്കുള്ള പീസ് ഇതിപ്പോൾ കട്ട് ചെയ്ത് വെച്ചല്ലോ, അതിൽ ബാക്കിൽ നമുക്ക് ഓപ്പൺ വരണം. അപ്പോൾ ഓപ്പൺ വരാനും പിന്നെ സിബ് വെക്കാനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ 1 ഇഞ്ച് മടക്കിയിട്ടാണ് കൊടുക്കുന്നത്. ജസ്റ്റ് 1 ഇഞ്ച് അങ്ങോട്ട് മടക്കിയിട്ട് ഇതേപോലെ എന്താ പറയുക, ഫ്രണ്ടിൻ്റെ മേലെ ഇങ്ങനെ ഇതേപോലെ വെച്ച് കൊടുക്കുക. മനസ്സിലായോ? അത് ഈ ഒരു കറക്റ്റായിട്ട് ഇങ്ങനെ മടക്കിയിട്ട് അതിൻ്റെ മേളിൽ ഇതേപോലെ വെച്ച് കൊടുക്കുക. അല്ലെങ്കിൽ ഒന്ന് വരച്ചിട്ട് വെച്ചാലും കുഴപ്പമൊന്നുമില്ല. ഇതേപോലെ ഇനി യോക്കിൻ്റെ ലെങ്ത്ത് ജസ്റ്റ് കാണിച്ചതേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് ഷോൾഡർ, ആം ഹോള്, ഇതൊക്കെ അവരവരുടെ അളവിനനുസരിച്ചിട്ട് കൊടുക്കുക. ഞാൻ എന്താ പറയുക, ഒരു സ്മോൾ സൈസ് എന്നുള്ള രീതിക്കാണ് ഞാൻ എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എത്രയാണ് അളവ് വേണ്ടത് അതിനനുസരിച്ചിട്ടുള്ള അളവ് കാര്യങ്ങളൊക്കെ ഇതേപോലെ കറക്റ്റായിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുക. എക്സ്ട്രാ സൈഡിൽ തയ്യൽ തുമ്പ് എപ്പോഴും കൊടുക്കുക, അതും കൂടി ശ്രദ്ധിക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, കട്ട് ചെയ്തെടുക്കുക. ഞാൻ ഇതേപോലെ എന്ത് ചെയ്യുന്നുണ്ട്, കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇതിപ്പോൾ ഫ്രണ്ടും ബാക്കും ആണ്. ഒന്നിച്ച് ഇതേപോലെ കട്ട് ചെയ്ത് കഴിഞ്ഞ് ഇനി നമുക്ക് ഈ ബാക്ക് പീസിനെ അങ്ങോട്ട് മാറ്റി വയ്ക്കുക, അത് നമുക്ക് ആവശ്യമില്ല. ഇനി നമുക്ക് ഫ്രണ്ടിൽ എന്ത് ചെയ്യാം, ഇതിനെ നിവർത്തി ഇതേപോലെ വയ്ക്കാം. ഫ്രണ്ടിൽ ഇനിയും നമുക്ക് കട്ട് ചെയ്യാനൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിനെ നിവർത്തി ഇതേപോലെ വെച്ച് കഴിഞ്ഞിട്ട് നമുക്കത് ഇതിൻ്റെ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇതാണ് ഇതിൻ്റെ സെൻറ്റർ വരുന്നത്. ഓക്കെ, ഇത് സെൻറ്റർ വരുന്നത് കൊണ്ട് ജസ്റ്റ് അതൊന്ന് മാർക്ക് ചെയ്യുക. അവിടെ ഇങ്ങനെ മടക്കുള്ളത് കൊണ്ട് എളുപ്പമാണ്, പെട്ടെന്ന് മനസ്സിലാവുന്നുണ്ട്. ഷിഫോണോ ജോർജറ്റോ ഒക്കെ ആണെങ്കിലും നമുക്ക് മനസ്സിലാവില്ല. ഇതിപ്പോൾ കോട്ടൺ ആയതുകൊണ്ട് കറക്റ്റായിട്ട് മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ മനസ്സിലാവാത്തപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഇതേപോലെ നേരെ സ്ട്രെയിറ്റ് എന്ത് ചെയ്യുക, അതിൻ്റെ വരച്ചു കൊടുക്കുക. ഇനി നമുക്ക് നെക്കാണ് മാർക്ക് ചെയ്യേണ്ടത്. നെക്ക് ആദ്യം മാർക്ക് ചെയ്യുക, എന്നിട്ട് താഴത്തെ ഭാഗത്തേക്ക് പോവാം. അപ്പോൾ നെക്ക് മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ സെൻറ്ററിൽ നിന്ന് എത്ര വിഡ്ത്ത് വേണം, ഓക്കെ, നിങ്ങൾക്ക് ടോട്ടൽ 6 വിഡ്ത്ത്, മൊത്തത്തിലെ 6 വിഡ്ത്ത് ആണെങ്കിലും നേരെ പകുതി, നമ്മളിപ്പോൾ പകുതിയാണല്ലോ എടുക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ നേരെ സെൻറ്ററിൽ വെച്ചിട്ട് 3 അങ്ങോട്ടും 3 ഇങ്ങോട്ടും, പിന്നെ ലെങ്ത്ത് ഒരു 5 ഇഞ്ച് ലെങ്ത്ത് ആണെങ്കിൽ 5 ഇഞ്ചിൽ അവിടെ ഒന്ന് മാർക്ക് ചെയ്തിട്ട് എന്ത് ചെയ്യുക, ഒരു സ്ക്വയർ വരച്ചു കൊടുക്കുക. മനസ്സിലായോ? ഈ സെൻറ്ററിൽ നിന്ന് അങ്ങോട്ടേക്ക് 3 ഇങ്ങോട്ടേക്ക് 3 അങ്ങനെ 2 ഭാഗത്തേക്ക് 3 3 കൊടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു 6 ഇഞ്ച് വണ്ണത്തിലുള്ള ഒരു ബോക്സ് പോലെ കിട്ടും. മനസ്സിലായോ? ഇനി ഇത് വരച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇതാണ് ഇതിൽ അപ്പുറം ഇറങ്ങി പോകാൻ പാടില്ല. ഈ ക്രോസ് ഇങ്ങനെ വരുമ്പോൾ ആ ഒരു ബോക്സ് ഉണ്ടല്ലോ, ആ ബോക്സിന് താഴത്ത് ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ നെക്ക് വല്ലാണ്ട് ഇറങ്ങും. അപ്പോൾ അതുകൊണ്ടാണ് അവിടെ ബോക്സ് വരച്ച്. അങ്ങനെ തന്നെ ചെയ്യാം. ഇനി നേരെ സെൻറ്ററിൽ നിന്ന് 4 ഇഞ്ച് വെളിയിലേക്ക് കാണുന്നുണ്ട്. 4 ഇഞ്ച് അപ്പുറത്തേക്കാണ് ഞാൻ മാർക്ക് ചെയ്യുന്നത്. 4 അല്ലെങ്കിൽ 5 കൊടുത്താലും കുഴപ്പമില്ല. നല്ല തടിയുള്ളതാണെങ്കിൽ 5 കൊടുത്തോ. എന്നിട്ട് ഈ ഒരു പോയിന്റ് ഇങ്ങനെയാണ് വരച്ചു കൊടുക്കുന്നത്. മനസ്സിലായോ? അത് ഇതേപോലെ വെച്ചിട്ട് ഇങ്ങനെ വരച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഞാനിപ്പോൾ 4 താഴത്തെ എടുത്തിട്ടില്ല. നിങ്ങൾ തടിയുള്ള ആളാണെങ്കിൽ 5 എടുത്തോ, കുഴപ്പമില്ല. അതിലിനി എന്താ പറയുക, അതങ്ങനെ കറക്റ്റായിട്ട് ഇന്ന അളവ് എന്നൊന്നും പറഞ്ഞ് എടുത്തതല്ല, ഞാനതങ്ങനെ ജസ്റ്റ് ഒന്ന് എടുത്തതേ ഉള്ളൂ. ഒരുപാട് കുറയാനും പാടില്ല, ഒരുപാട് കൂടാനും പാടില്ല. ഒരു 5 ഇഞ്ച് വരെ പോയാലും കുഴപ്പമില്ല. അപ്പോൾ ഇതേപോലെ എന്ത് ചെയ്യുക, അതങ്ങ് കട്ട് ചെയ്യുക. ഇനി ഇതേപോലെ തന്നെ ഒരു പീസും കൂടി നമുക്ക് ഫ്രണ്ടിൽ ആവശ്യമുണ്ട്, കണ്ടില്ലേ? അപ്പോൾ സെയിം ആ ഒരു പീസ് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇങ്ങനെ ഒരു പീസും കൂടി കട്ട് ചെയ്തെടുക്കുക. ഇനി ഇതിൻ്റെ മേളിൽ നമുക്ക് നമ്മളെ മെയിൻ ക്ലോത്ത് എന്ത് ചെയ്യുക, ഇതേപോലെ 2 പീസ് കട്ട് ചെയ്തെടുക്കുക. അതും കട്ട് ചെയ്യുമ്പോൾ മാറിപ്പോവരുത്, നോക്കിയിട്ട് എന്താ പറയുക, ലെഫ്റ്റും റൈറ്റും നോക്കി കട്ട് ചെയ്തെടുക്കുക. കാരണം നമുക്ക് ഇതേപോലെ ഫ്ലവറോ പ്രിൻ്റോ ഒക്കെ വരുന്ന ക്ലോത്ത് ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊക്കെ നോക്കിയിട്ട് വേണം കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ 2 പീസ് യോക്ക് ഫ്രണ്ടിലത്തത് കട്ട് ചെയ്തെടുത്തു. ബാക്ക് പീസും ഇതേപോലെ യോക്ക് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ബോട്ടം വരുന്ന ഭാഗത്ത് വരുന്ന ക്ലോത്താണ് കട്ട് ചെയ്യേണ്ടത്. ഇത് ഞാൻ നോർമൽ എന്താ പറയുക 4 മടക്കിയിട്ട്
സ്ട്രെയിറ്റ് ആയിട്ട് വരുന്ന ഫ്രില്ലുണ്ടല്ലോ, ആ ഒരു ടൈപ്പിലാണ് എടുക്കുന്നത്. നിങ്ങൾക്ക് ക്രോസ് പീസിൽ വേണേൽ, ക്ലോത്ത് ഉണ്ടേൽ ക്രോസ് പീസിൽ എടുക്കാൻ താല്പര്യമുള്ള ആൾക്കാർക്ക് അങ്ങനെ എടുക്കാം, അത് കുഴപ്പമില്ല. യോക്ക് കഴിഞ്ഞിട്ട് ഏത് ഡിസൈൻ വേണേലും നിങ്ങൾക്ക് കൊടുക്കാം. ഈ അംബ്രല വരുന്ന ടൈപ്പ് ഉണ്ടല്ലോ, അങ്ങനെ കൊടുക്കണേൽ അങ്ങനെയും കൊടുക്കാം. അങ്ങനെയുള്ള ഫ്രോക്ക് എന്താ പറയുക ചെയ്യുന്ന വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ അതും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, എങ്ങനെയാണ് ഈ താഴത്തെ അംബ്രല വരുന്നതെന്നുള്ളത്. ഇതിപ്പോൾ ഞാൻ സിമ്പിളായിട്ട് ഫ്രില്ലിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. എല്ലാവർക്കും ഫ്രില്ലിടുന്നത് ഇഷ്ടമല്ല, കാരണം കുറച്ച് തടി തോന്നും, അല്ലെ തടിച്ച ആളാണെങ്കിൽ തടി തോന്നും എന്ന് പറയും. മെലിഞ്ഞ ആൾക്കാർക്കാണെങ്കിൽ ഓക്കെ കുഴപ്പമില്ല, തടി തോന്നിക്കാൻ വേണ്ടിയിട്ട് ഫ്രില്ലിട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ അധികം ഫ്രില്ലിട്ടിട്ടും ചെയ്യാറുണ്ട്, അല്ലാണ്ടും ചെയ്യാറുണ്ട്. അപ്പോൾ ഇതിലെന്ത് ചെയ്തിട്ടുണ്ട്, ലെങ്ത്ത് എത്ര വേണമെന്നുള്ളത് മാർക്ക് ചെയ്തിട്ട് ഇതാ ജസ്റ്റ് 2 പീസ്, ഒന്ന് ഫ്രണ്ടിലേക്കും ഒന്ന് ബാക്കിലേക്കും ഇതേപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. മനസ്സിലായി? ഇതൊന്ന് ഫ്രണ്ട് ഒന്ന് ബാക്ക്, ജസ്റ്റ് ഒന്ന് ഇത് ഫ്രില്ലിട്ട് കൊടുക്കാനേ ഉള്ളൂ. ഇതിൽ ഇനി ക്രോസ് കട്ടിങ്ങോ ഒന്നുമില്ല. ഇനി അതിൻ്റെ താഴത്തെ കുറച്ച് പീസ് ബാക്കി വന്നില്ലേ, അത് വെച്ചിട്ടാണ് ഞാൻ സ്ലീവിന് കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ സ്ലീവിന് തികയാതെ വന്നു. ഞാൻ നോർമൽ സ്ലീവ് കൊടുത്താലോ എന്ന് ആദ്യം ചിന്തിച്ചതാണ്, പിന്നെയാണ് ഓർത്തത് കുറച്ച് പഫായിട്ടിരുന്നാൽ ഭംഗിയായിരിക്കൂലേന്ന്. അപ്പോൾ അതുകൊണ്ട് ആദ്യം ക്ലോത്തിനെ ഇങ്ങനെ 4ആയിട്ട് ഇതേപോലെ മടക്കിയിട്ട് ഈ സൈഡിൽ ഒരു കുഞ്ഞ് പീസ് വെച്ചാണ്ടില്ലേ, അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സൈഡിൽ നമുക്കൊന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള പീസാണ് സൈഡിൽ വെച്ചിട്ടുള്ള. അതും 4 കഷ്ണം തന്നെ കൊടുക്കുക. ഇതിപ്പോൾ ഞാൻ ജസ്റ്റ് 2 പീസ് കൊടുത്താൽ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി മാത്രം. ഓക്കെ, ഈ ഒരു വിടുത്ത് ഞാൻ എടുത്തത് 15 15 വിടുത്ത് വേണം ക്ലോത്ത്, അപ്പോഴേ നല്ല ഫ്രില്ലായിട്ടൊക്കെ വരുള്ളൂ. ലെങ്ത്ത് 9 മാത്രമേ എടുത്തിട്ടുള്ളൂ, കാരണം ഒരുപാട് ലെങ്ത്തൊന്നും വേണ്ട. ഒരു കുട്ടി എന്താ പറയുക സ്ലീവാണ്, ഫ്രില്ല് വരുന്ന ടൈപ്പിൽ. അപ്പോൾ ഇതേപോലെ ലെങ്ത്ത് എടുത്തത് 9. അപ്പോൾ ഇതേപോലെ 9 മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മേളിൽ ജസ്റ്റ് ഇതേപോലെ വെച്ച് കൊടുത്തോ കുഴപ്പമില്ല. എന്നിട്ട് ആ താഴത്ത് വരുന്നത് സ്ട്രെയിറ്റ് ആയിട്ട് കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. പിന്നെ ഇവിടെ വരയ്ക്കും നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് വരിക. അത് കഴിഞ്ഞിട്ടാണ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ യോക്കിലേക്ക് ഇങ്ങനെ ആം ഹോളിൻ്റെ സൈഡിലേക്ക് ഇങ്ങനെ ചെരിച്ച് വരയ്ക്കുക. അപ്പോൾ ഒരു 3.5 ഇഞ്ചിൽ ഇവിടെ ഇങ്ങനെ താഴേന്ന് മേളിലേക്ക് വരച്ചു കൊടുത്തിട്ട് ഈ ഒരു ഷേപ്പിലാണ് ഇങ്ങനെയാണ് വരയ്ക്കുന്നത്. ഈ സ്ട്രെയിറ്റ് ആയിട്ട് വരുന്നുണ്ടല്ലോ, നമ്മൾ ഈ സൈഡിൽ നിന്ന് ഈ സ്ട്രെയിറ്റ് ആയിട്ട് വരുന്നത് ഒരു 8 ഇഞ്ച് എടുത്താലും മതി. ഓക്കെ, അപ്പോൾ ഇതേപോലെ സ്ലീവും കൂടി കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ നമ്മൾ സൈഡിൽ ഇങ്ങനെ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ വൃത്തികേടായിട്ടൊന്നും ഉണ്ടാവില്ല, കാരണം അത് അറിയൂല, ഉള്ളിൽ അങ്ങനെ സ്റ്റിച്ചിൽ അങ്ങ് പോവും. ഇതിപ്പോൾ 2 പീസേ ഉള്ളൂ, സെയിം. ഇനി 2 പീസും കൂടി നമുക്ക് ഇവിടെ വെച്ച് കൊടുക്കണം, കാരണം ഒരു ഭാഗത്തേക്കുള്ളതേ ആയിട്ടുള്ളൂ. ഇനി ഒരു പീസും കൂടി എടുത്തിട്ട് എന്ത് ചെയ്യുക, അവിടെയും കൂടി ജോയിൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ സ്ലീവ് 2 ഭാഗത്തേക്കുള്ളതും ക്ലിയർ ആയിട്ട് കിട്ടും. ഓക്കെ, ഇനി നമ്മൾ ലൈനിങ് ആണ് കട്ട് ചെയ്തെടുക്കേണ്ടത്. ലൈനിങ് എന്ത് ചെയ്യുക, നേരത്തെ ചെയ്ത പോലെ തന്നെ 2 പീസ് നേരെ സെൻറ്റർ കട്ട് ചെയ്തിട്ട് അങ്ങനെ എടുത്തുന്നേ ഉള്ളൂ. ലെങ്ത്ത് വൈസിൽ എത്ര ലെങ്ത്താണ് വേണ്ടത് അത് നോക്കിയിട്ട് ഇതേപോലെ എത്രയാണോ ലെങ്ത്ത് വേണ്ടത് അതേപോലെ നോക്കിയിട്ട് എടുക്കുക. ഇനി നമുക്കിതെങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യാന്നുള്ളത് നോക്കാം. അപ്പോൾ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ നമ്മൾ ലൈനിങ്ങിൻ്റെ മേളിൽ നമ്മുടെ നല്ല ക്ലോത്ത് വെച്ചിട്ട് എന്ത് ചെയ്യാം, ഇതേപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ഓക്കെ, ഇവിടെ നമ്മൾ സ്കാലപ്പ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ മറിച്ചിട്ട് കൊടുക്കുന്ന പരിപാടിയൊന്നുമില്ല, ഡയറക്റ്റായിട്ട് അവിടെ സ്കാലപ്പാണ് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ലൈനിങ് തിരിച്ചിട്ട് കൊടുക്കാനോ ഒന്നും ആവശ്യമില്ല, നേരെ നമ്മൾ ജസ്റ്റ് ഇത് ലൈനിങ്ങായിട്ടൊന്ന് ജോയിൻ ചെയ്ത് കൊടുത്താൽ മതി. എന്നിട്ട് അവിടെ സ്കാലപ്പ് ചെയ്യാം. ഇനി അഥവാ സ്കാലപ്പ് ചെയ്യാൻ പറ്റാത്ത ആൾക്കാരോ അല്ല അങ്ങനെ ഉണ്ടെങ്കിൽ ഇവിടുന്ന് ജസ്റ്റ് സ്റ്റിച്ച് ചെയ്തിട്ട് മറിച്ചിട്ട് കൊടുത്താലും മതി. ഓക്കെ, ആ സ്കാലപ്പ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട്. അത് എന്താ പറയുക, എല്ലാവർക്കും അങ്ങനത്തെ മെഷീൻ ഉണ്ടാവണമെന്നില്ലല്ലോ. അപ്പോൾ അങ്ങനെയും ചെയ്യാം. പിന്നെ സ്കാലപ്പ് ചെയ്യാൻ വേണ്ടി ഇതേപോലെ എന്താ പറയുക വരച്ചെടുത്തിട്ടുള്ള പേപ്പർ കട്ടിങ് എടുക്കുക. ഈ ഒരു ഷേപ്പിൽ വരച്ചെടുത്തിട്ടുള്ള പേപ്പർ കട്ടിങ് എടുക്കണം. എന്നിട്ട് എന്ത് ചെയ്യാം, അത് ഇതേപോലെ നമ്മുടെ യോക്കിൻ്റെ ഈ ഒരു സൈഡ് ഉണ്ടല്ലോ അവിടെ ഒരു 1 ഇഞ്ച് ഗ്യാപ്പിൽ. ഓക്കെ, ഇതിപ്പോൾ 1 ഇഞ്ച് ഗ്യാപ്പേ വെക്കാൻ പറ്റുള്ളൂ. 2 ഇഞ്ച് ഗ്യാപ്പൊക്കെ വെക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ ഇതിൽ നല്ല നീറ്റായിട്ട് കിട്ടും. കാരണം നമുക്കിത് സ്റ്റിച്ച് ചെയ്ത് വരുമ്പോഴത്തേക്ക് കുറച്ച് സ്പേസ് വേണം. അതുകൊണ്ട് തന്നെ സൈഡിൽ ഒരുപാട് അറ്റത്ത് പോയി വരയ്ക്കരുത്. 1 ഇഞ്ചോ 1.5 ഇഞ്ചോ ഗ്യാപ്പ് വെച്ചോ കുഴപ്പമില്ല. കാരണം ഞാൻ ഇതൊക്കെ ഫസ്റ്റ് ടൈമാണ് ചെയ്ത് കഴിയുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുക ഇത് ഇങ്ങനെ ചെയ്താൽ നന്നായിരിക്കും എന്നൊക്കെ ഉള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഒരു 2 ഇഞ്ച് ഗ്യാപ്പൊക്കെ വെച്ച് കഴിഞ്ഞാൽ നല്ലത്. അപ്പോൾ നമ്മൾ കട്ട് ചെയ്യുമ്പോൾ എന്ത് ചെയ്യുക, ആ ഒരു 2 ഇഞ്ചും കൂടി കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ട് വേണം നമ്മൾ കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അതാണ് നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഇതേപോലെ ഞാൻ വരച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യാം, ഇതിൻ്റെ മേളിൽ നമ്മൾ സ്കാലപ്പ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ ഒരു ത്രെഡാണ് എടുത്തിട്ടുള്ളത്. ഈ ഒരു ത്രെഡിന് എനിക്ക് വലിയ അഭിപ്രായമില്ല, കാരണം അത് വല്ലാണ്ട് കട്ടായി പോകുന്നുണ്ട്. നോർമൽ ത്രെഡാണെങ്കിലും കുഴപ്പമൊന്നുമില്ല, റെഡ് കളറിലുള്ള. അപ്പോൾ ഇനി മെഷീനിൽ സി എന്ന് പറയുന്ന ഓപ്ഷൻ, സിഗ്സാക്ക് ഓപ്ഷനിൽ ഫുള്ളായിട്ട് ചെറിയ സ്റ്റിച്ച് വരുന്ന പോലെയാണ് കൊടുത്തിട്ടുള്ളത്. 0 വെച്ചിട്ടുണ്ട്. ഞാൻ യൂസ് ചെയ്യുന്നത് വണ്ടർ സ്റ്റിച്ചാണ്, ജെനോമിയുടെ. കണ്ടില്ലേ, സി എന്ന് പറയുമ്പോൾ ഇത് സിഗ്സാക്ക് ആയിട്ട് വരുന്ന ആ ഒരു സംഭവത്തിലാണ് ഉള്ളത്.
ഇനി പേപ്പർ ഞാൻ ഇതിൻ്റെ താഴത്ത് പേപ്പർ വെച്ച് കൊടുക്കുന്നുണ്ട്. പേപ്പർ വെച്ചിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ പിന്നെ ക്യാൻവാസ് അടിയിൽ ഒട്ടിച്ച് കൊടുക്കേണ്ടി വരും. അത് നമുക്ക് സെപ്പറേറ്റ് ആയിട്ടുള്ളൊരു വീഡിയോ ആയിട്ട് ചെയ്യാം. ഇപ്പം ഞാൻ പേപ്പറിൽ ചെയ്യുന്നത് കാണിക്കാം. പേപ്പറും എന്താ പറയുക, അതിൻ്റെ മുകളിൽ നമ്മുടെ ക്ലോത്ത് ഇതേപോലെ വെച്ചിട്ട് വേണം സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഈ പൊളഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ അത്ര നീറ്റായിട്ട് കിട്ടുകയില്ല. ന്യൂസ് പേപ്പർ വെച്ചാൽ മതി. ഇപ്പം എൻ്റെ ന്യൂസ് പേപ്പർ കയ്യിലില്ലാത്തതുകൊണ്ട് ഞാൻ ബുക്കിൽ നിന്ന് ഒരു പേപ്പർ കട്ട് ചെയ്തെടുത്തതേ ഉള്ളൂ. എന്ത് ചെയ്യുക, അത് തീരുമ്പോൾ ഈ എന്താ പറയുക, നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വരുന്നതിനനുസരിച്ചിട്ട് ബാക്കിൽ ഇങ്ങനെ എന്ത് ചെയ്യണം, പേപ്പർ വെച്ച് കൊടുക്കണം. ഇതിപ്പോൾ ന്യൂസ് പേപ്പർ ഇത്രയല്ലേ ഉള്ളൂ, പേപ്പർ ഇത്രയല്ലേ ഉള്ളൂ. അപ്പോൾ അവിടത്തേക്ക് തീർന്നു എന്ന് വിചാരിക്കണ്ട. ഞാൻ തീരുമ്പോൾ പിന്നെയും പേപ്പർ ഇങ്ങനെ താഴത്ത് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതേപോലെ എന്ത് ചെയ്യുക, ആ ഒരു ഷേപ്പ് ഉണ്ടല്ലോ, റാ എന്ന് പറഞ്ഞിട്ടില്ല, ആ ഒരു ഷേപ്പിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഇത് പ്രാക്ടീസ് ചെയ്യണം എന്ന് തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഒരു ദിവസം കൊണ്ടൊന്നും നമുക്കത്ര നീറ്റായിട്ട് ചെയ്തെടുക്കാൻ പറ്റില്ല. നല്ലതായിട്ട് ഇങ്ങനെ പ്രാക്ടീസ് ചെയ്ത് നമ്മൾ ആ ഒരു ഷേപ്പിൽ ഇങ്ങനെ ആ ഒരു വരച്ച വരയുടെ മേലെ ഇങ്ങനെ ചെയ്ത് വരുമ്പോഴേ നീറ്റായിട്ട് വരുള്ളൂ. ഞാൻ ഇത് ഒരുപാട് പ്രാവശ്യം ചെയ്തു, എന്നിട്ടാണ് ഒരു വിധം സെറ്റാക്കി എടുത്തത്. ഇതേപോലെ ആ ഒരു ഷേപ്പിനനുസരിച്ചിട്ട് നമ്മൾ വരച്ച വരയുടെ മേലെ തന്നെ സ്റ്റിച്ച് ചെയ്ത് വരണം. അല്ലാണ്ട് നമുക്ക് തോന്നിയ പോലെ വരച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരുമാതിരിയായിട്ടാണ് കിട്ടുക. എല്ലാ ഇതും നല്ല നീറ്റായിട്ടൊന്നും വന്നിട്ടില്ല, ചിലത് മാത്രമേ ആയിട്ട് വന്നിട്ടുള്ളൂ. ഇനി ഈ ഒരു പേപ്പർ വെക്കുന്നുണ്ട് ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, പേപ്പർ കണ്ടില്ലേ വേഗം റിമൂവ് ആയിട്ട് പോകും. കണ്ടില്ലേ, വേഗം റിമൂവ് ആയി പോയി കഴിഞ്ഞ് ഇനി നമുക്ക് ഈ ഒരു വരച്ചതിന് ഇത് സ്റ്റിച്ച് ചെയ്തല്ലോ, ഇനി ഇതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. ആ ഒരു ഷേപ്പിൽ ഇതേപോലെ കത്രിക വെച്ച് കട്ട് ചെയ്ത് കൊടുക്കുക. നമ്മളതിൽ വേറെ ടെക്നിക്സ് കാര്യങ്ങളൊന്നുമില്ല. ചില ആൾക്കാർ എന്തോ ഒരു മെഷീൻ വെച്ചിട്ട് ഇങ്ങനെ കരിച്ചു കൊടുക്കുന്നത് കണ്ടിട്ടുണ്ട്. എൻ്റെ കയ്യിൽ ആ ഒരു മെഷീനൊന്നും ഇല്ല. ഞാൻ ജസ്റ്റ് ഇതേപോലെ എന്താ പറയുക, ആ ഒരു സ്റ്റിച്ച് പൊട്ടാണ്ട് സൈഡ് കൂടെ ഇങ്ങനെ ആ ഒരു ഷേപ്പിനനുസരിച്ചിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ ചെയ്താലും മതി. നമുക്കിപ്പോൾ വലുതായിട്ടൊന്നും കയ്യിൽ ഐറ്റംസ് ഒന്നും ഇല്ലെങ്കിൽ ഇങ്ങനെ ചെയ്തെടുത്താൽ മതി. ഒരുവിധം സെറ്റാക്കി എടുത്തതേ ഉള്ളൂ. നിങ്ങളും ചെയ്ത് കഴിഞ്ഞാൽ നീറ്റായിട്ട് തന്നെ കിട്ടും. ഇതിപ്പോൾ കോട്ടൺ ആയതുകൊണ്ടും നല്ല എന്താ പറയുക, അങ്ങനെ അധികം പൊളഞ്ഞു പോയിട്ടില്ല, കറക്റ്റായിട്ട് എനിക്ക് കിട്ടി. ഷിഫോൺ ആണെങ്കിൽ ചിലപ്പോൾ പൊളഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. കോട്ടൺ ആയതുകൊണ്ട് നീറ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി ഈ ഒരു ഭാഗം നമ്മൾ ഒരു ഭാഗമല്ലേ ചെയ്തിട്ടുള്ളൂ, ഒരു ഭാഗത്ത് നമുക്ക് ചെയ്യാനുണ്ട്. അതും നമ്മൾ ലൈനിങ്ങുമായിട്ട് ജോയിൻ ചെയ്ത് കൊടുക്കുക ആദ്യം, എന്നിട്ട് വേണം ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് എന്ന് പറയുമ്പോൾ ഫുള്ളായിട്ടൊന്നും വേണ്ട. ഫ്രണ്ട് നെക്കിൽ ഒരു സൈഡിൽ ഇതെവിടെ വരെയൊക്കെ ആവശ്യമുള്ളൂ, പകുതിയൊക്കെ മതി. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നെക്ക് അതിൻ്റെ ഉള്ളിലേക്ക് പോകും കേട്ടോ, ഒരു ഭാഗം നമ്മുടെ യോക്കിനുള്ളിലേക്ക് പോകും. അപ്പോൾ ഫുള്ളായിട്ടൊന്നും സ്റ്റിച്ച് ചെയ്ത് വെറുതെ ബുദ്ധിമുട്ടണ്ട. നമുക്ക് ഒരു പകുതി വരെയൊക്കെ കൊടുത്താൽ മതി. കണ്ടില്ലേ, ഒരു പകുതി വരെയൊക്കെ വെറുതെ കൊടുക്കുക, ബാക്കി നമുക്ക് മടക്കി തയ്ക്കാം. എന്ത് ചെയ്യുക, ആ ഒരു ഭാഗവും കൂടി നമുക്ക് സെയിം ഇതേപോലെ തന്നെ ചെയ്തെടുക്കണം. അങ്ങനെ നെക്കിൽ മാത്രമേ ഞാൻ കൊടുക്കുന്നുള്ളൂ ഇപ്പോൾ. ഓക്കെ, അപ്പോൾ ഈ ഒരു ഭാഗത്തെ നെക്ക് കണ്ടില്ലേ, ഇത് കുറച്ചുകൂടെ നീറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. കാരണം ചെയ്ത് വരുമ്പോഴേ നീറ്റായിട്ട് വരുന്നുള്ളൂ. ഒരു ഫുള്ളായിട്ടൊരു ഷോളൊക്കെ ചെയ്യുന്ന ആൾക്കാർ സമ്മതിക്കണം, കാരണം ഒരുപാട് സമയം എടുക്കും. പക്ഷെ ചെയ്ത് കഴിഞ്ഞാൽ എളുപ്പമാട്ടോ, ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ എളുപ്പമായിരിക്കും. അപ്പോൾ ആ ഒരു ഭാഗം എന്താ പറയുക മടക്കിയിട്ടൊക്കെ തയ്ച്ച് വെച്ചിട്ടുണ്ട്. ഞാൻ സംസാരിക്കുന്ന ഇതിലായിപ്പോയി. ഇനി ഞാൻ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ നേരത്തെ ബാക്ക് യോക്കിൽ നെക്കൊന്നും മാർക്ക് ചെയ്ത് കൊടുത്തിട്ടില്ല. അപ്പോൾ ഒരു 3 ഇഞ്ച് വിടത്തിലാണല്ലോ നമ്മൾ നെക്കിൻ്റെ കണക്ക്. അപ്പോൾ അത് എടുക്കാതെ ഞാൻ ജസ്റ്റ് ഈ ഒരു നമ്മൾ ചെയ്ത് വെച്ച ക്ലോത്ത് എടുത്ത് വെച്ചിട്ട് അതിൽ നിന്നും ഇങ്ങനെ മാർക്ക് ചെയ്തിട്ടാണ് കൊടുക്കുന്നത്. ഒരുപാട് ഇറക്കമൊന്നുമില്ല, ചെറിയൊരു നെക്ക് റൗണ്ടായിട്ട് വരുന്ന പോലെ ചെറിയൊരു നെക്കാണ് കൊടുത്തിട്ടുള്ളത്. ആ ഒരു വിടുത്ത് നമ്മൾ ആ ഒരു ഭാഗം എന്താ പറയുക പീസ് വെച്ച് നോക്കിയിട്ട് അതിനനുസരിച്ച് എടുത്താൽ മതി. കൂടുകയും ചെയ്യേണ്ട, കുറയുകയും ചെയ്യേണ്ട. പിന്നെ ബാക്കിൽ ഞാൻ സിബ്ബ് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇൻവിസിബിൾ സിബ്ബാണ് വെക്കുന്നത്. ആ ഒരു സിബ്ബൊക്കെ വെക്കുന്ന വീഡിയോ നമ്മൾ മുന്നേ കുറേ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് വീണ്ടും പറഞ്ഞ് നമ്മൾ എന്ത് ചെയ്യേണ്ട, വലിച്ച് നീട്ടുന്നില്ല. ഇതേപോലെ ബാക്കിൽ ഇൻവിസിബിൾ സിബ്ബൊക്കെ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞ് ഈ നെക്കിൻ്റെ ഈ ഒരു ഭാഗം ഞാൻ സ്റ്റിച്ച് ചെയ്തിട്ടില്ല. കാരണം നമ്മൾ ഈ ഫ്രണ്ട് പീസ് ഇതിൻ്റെ കൂടെ വെച്ചിട്ട് എന്ത് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വെച്ചതാണ്. ഇനി അതല്ലാതെ നിങ്ങൾക്ക് ചെയ്യുകയാണെങ്കിൽ അങ്ങനെയും ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. നേരിട്ടിട്ട് എന്താ പറയുക ഷോൾഡർ നമ്മൾ ജോയിൻ ചെയ്ത് കൊടുക്കുന്ന പോലെ ചെയ്യാനാണെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഇതേപോലെ 2 പീസ് ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ വെച്ചിട്ട് കറക്റ്റായിട്ട് വെച്ച് കൊടുക്കുക. ഇതാണ് മെയിൻ. ഇതേപോലെ 2 ഭാഗവും ഒരേപോലെ വെച്ചിട്ടാകുമ്പോൾ നമുക്ക് അളവ് മനസ്സിലാവും. ഇത് എത്ര കൊടുക്കണം എന്നുള്ള അളവ് മനസ്സിലാവണമല്ലോ. അപ്പോൾ ഇതേപോലെ എന്ത് ചെയ്യുക, ആ ബാക്കിൻ്റെ മുകളിൽ ഫ്രണ്ട് പീസ് ഇതേപോലെ വെച്ച് കൊടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, ഇങ്ങനെ കറക്റ്റായിട്ട് വെച്ച് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ പിൻ ചെയ്ത് കൊടുക്കുക. ആ ഫ്രണ്ടിലത്തെ മാത്രം എടുത്ത് ജസ്റ്റ് അവിടെ ഒന്ന് പിൻ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അതിന് അറ്റാച്ച് ചെയ്തിട്ട് കൊടുക്കാം. ഇപ്പോൾ പിൻ ചെയ്ത് കഴിഞ്ഞ് കണ്ടില്ലേ, പിൻ ചെയ്ത് കഴിഞ്ഞിട്ട് ഇത് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് ഇതേപോലെ ഷോൾഡർ ഇങ്ങനെ അകത്തേക്ക് ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെയും ചെയ്യാം, അല്ലാണ്ട് നോർമലി ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം.
ഞാൻ ഇതേപോലെ ചെയ്യാൻ നോക്കി, പക്ഷേ ആ ഒരു ഡിസൈൻ കണ്ടില്ല, ഡിസൈൻ ഉള്ളതുകൊണ്ട് ഇത്രയും നീറ്റായിട്ട് വരുന്നുണ്ട്, ഇതേപോലെ വെച്ച് കൊടുക്കാൻ പറ്റുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ ഒരു ശ്രമം ഒഴിവാക്കിയിട്ട് ഡയറക്റ്റ് അങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തു. കണ്ടില്ലേ, ഇതേപോലെ ഡയറക്റ്റ് അങ്ങനെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തു. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇത് വിടുത്ത് കുറക്കണേൽ വിടുത്ത് കുറക്കാം കേട്ടോ. കുറച്ച് ഇതേപോലെ അത്ര ഓവറായിട്ടുള്ള വിടുത്ത് വേണ്ട, ഇറങ്ങിപ്പോകുന്നുണ്ടെങ്കിൽ അങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കാം. ഇനി ഇവിടെ നമ്മളൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക, കാരണം ഓപ്പൺ ആയിട്ട് നിൽക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അവിടെ ഒന്ന് സ്റ്റിച്ച് ചെയ്യും. ഇങ്ങനത്തെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാം. പിന്നെ കണ്ടില്ല, സ്ലീവിൽ സൈഡിൽ ഇതേപോലെ അറ്റാച്ച് ചെയ്ത് കൊടുത്ത്, അത് കാണാനും ഇല്ല, കാരണം അങ്ങനെ വൃത്തികേടായിട്ടോ ഒന്നുമില്ല, അത് അവിടെ ഇങ്ങനെ ഒരു സ്റ്റിച്ച് കൊടുത്തിട്ടുണ്ടെന്ന് അറിയുന്ന പോലും ഇല്ല. അപ്പോൾ നല്ല നീറ്റായിട്ടുള്ള പഫ് സ്ലീവ് കിട്ടുകയും ചെയ്യും. ഇങ്ങനെയുള്ള ചെറിയ ചെറിയ ടിപ്സൊക്കെ നോക്കുക. പഫ് സ്ലീവ് വെക്കണമെങ്കിൽ സൈഡിൽ ഇതേപോലെ ജോയിൻ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്ത പഫ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, സ്ലീവിൻ്റെ എൻഡിലും സ്കാലപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതേപോലെ കുട്ടി കുട്ടി പഫാണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് നേരെ സെൻറ്ററിൽ ചെറിയ ചെറിയ ഫ്രില്ല് കൊടുത്തിട്ട് പിന്നെ ഇങ്ങോട്ടും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. നേരെ സെൻറ്ററിൽ മാത്രം പഫ് വരുന്ന പോലെ കണ്ടില്ലേ, ഇതേപോലെയാണ് കൊടുത്തിട്ടുള്ളത്. ഇനി 1 ഇഞ്ച് ഗ്യാപ്പിൽ ചെറിയൊരു എലാസ്റ്റിക്, എന്താ പറയുക, 1/4 ഇഞ്ചും അല്ല, അതിലും കുറവാണെന്ന് തോന്നുന്നത്. ഇത് വളരെ ചെറിയ എലാസ്റ്റിക്, അത് ഒരു 1 ഇഞ്ച് ഗ്യാപ്പിൽ ഇവിടെ ഇങ്ങനെ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അത് സ്റ്റിച്ച് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം വെച്ചാൽ വലിച്ച് പിടിച്ചിട്ട്, നമ്മൾ എലാസ്റ്റിക്കിന് വലിച്ച് പിടിക്കുക, മാക്സിമം വലിച്ച് പിടിച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് പോവുക. മെല്ലെ സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി, അല്ലാണ്ട് ലൂസാക്കി വിടരുത്. ലൂസാക്കി വിട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നീറ്റായിട്ട് കിട്ടില്ല. മാക്സിമം വലിച്ച് പിടിക്കുക, എന്നിട്ട് എന്ത് ചെയ്യുക, സ്റ്റിച്ച് ചെയ്ത് വരിക. അപ്പോൾ അത് ചെറുതായി വരും. ഓക്കെ, അപ്പോൾ ഇതേപോലെയാണ് നമ്മൾ പഫ് സ്ലീവ് ചെയ്തെടുക്കുന്നത്. സ്ലീവിൻ്റെ അവിടെ നല്ല നീറ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇതേപോലെയാണ് പഫ് വന്നിട്ടുള്ളത്. അങ്ങനെ നമ്മൾ 2 ഭാഗത്തും പഫ് സ്ലീവ് കാര്യങ്ങളൊക്കെ കൊടുത്ത്, ഇനി നമ്മൾ ഇതിൻ്റെ താഴത്ത് ഫ്രില്ലിട്ട് കൊടുക്കാനാണല്ലോ, ഇതിൻ്റെ താഴത്ത് ഫ്രില്ലിട്ട് കൊടുക്കണം. അപ്പോൾ സെൻറ്ററൊക്കെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു പീസ് എടുത്തിട്ട് ഫ്രില്ലിട്ട് കൊടുക്കുക. പിന്നെ ഇതിൻ്റെ ഹേർട്ട് ഡിസൈന് മാറിപ്പോകരുത്, അത് എന്താ പറയുക, തല തിരിഞ്ഞു പോവാതെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ചില സമയത്ത് അങ്ങനെയൊക്കെ അബദ്ധമെല്ലാം പറ്റും. അപ്പോൾ അതുകൊണ്ട് എനിക്കങ്ങനെയാണ് പറ്റാറ്. ഇതൊക്കെ സ്റ്റിച്ചൊക്കെ നമ്മൾ എളുപ്പമായിട്ട് ചെയ്യും, പക്ഷേ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ എപ്പോഴും തെറ്റിപ്പോവും, കൈ തിരിഞ്ഞു പോവുക, അങ്ങനെയൊക്കെയുള്ള ചെറിയ ചെറിയ കലാപരിപാടികളൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് അത് ശ്രദ്ധിക്കുക. അപ്പോൾ ഇതേപോലെ ഫ്രില്ലിട്ട് കൊടുത്ത്, ഇനി അതിൻ്റെ മുകളിൽ ഈ ലൈനിങ്ങും കൂടിയും ഫ്രില്ലിട്ട് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഷേപ്പ് ഒക്കെ ചെയ്ത് കൊടുക്കാം. ഇതേപോലെ എന്ത് ചെയ്യാം, ഫ്രില്ലും കാര്യങ്ങളും ഫ്രണ്ടിലും ബാക്കിലും ഒക്കെ ഇട്ട് കൊടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ ഷേപ്പ് ഇട്ട് കൊടുക്കാം. ഷേപ്പ് ഇടുന്നതിന് മുന്നേ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ബെൽറ്റ് വേണമെന്നുണ്ടെങ്കിൽ ഈ ഷേപ്പ് ഇടുന്നതിന് മുന്നേ ബെൽറ്റ് ഫിറ്റ് ചെയ്ത് കൊടുക്കുക, ബാക്കിൽ കെട്ടിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് ബെൽറ്റ് ഇടണം എന്നുള്ള ആൾക്കാർ ഇപ്പം തന്നെ ഈ ഷേപ്പ് ചെയ്യുമ്പോൾ തന്നെ ഇട്ട് കൊടുക്കുക. കാരണം ഞാൻ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടാണ് ബെൽറ്റിൻ്റെ കാര്യം ഓർമ്മ വന്നത്. അപ്പോൾ ചെറുതായിട്ട് സൈഡ് പൊട്ടിക്കേണ്ടി വന്നു. എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ കൂടെ എന്താ പറയുക, ബെൽറ്റ് ഇട്ട് കൊടുത്തിട്ടാണ് ഞാൻ ബാക്കിൽ കെട്ടിട്ട് കൊടുത്തത്. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ബെൽറ്റ് ഇട്ട് കൊടുക്കണം, ബാക്കിൽ ഇങ്ങനെ കെട്ടിട്ട് കൊടുക്കണേൽ അങ്ങനെ ചെയ്യാം. അപ്പോൾ ഫുള്ളായിട്ട് ഫിനിഷായി. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത്. വളരെ സിമ്പിളായിട്ട് ചെയ്തതാണ്. ആ യോക്കിൽ ആ ഒരു സ്കാലപ്പ് കുറച്ച് ഹൈലൈറ്റ് ചെയ്യുന്ന പോലെയാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ സ്ലീവിലും ചെറുതായിട്ട് പഫും കാര്യങ്ങളൊക്കെ വന്നുകൊണ്ടും ഭംഗിയായിട്ടുണ്ട്. പിന്നെ ബാക്കിൽ ഇതേപോലെ കെട്ട് കൊടുത്തിട്ടുണ്ട് കുറച്ച് ഷേപ്പായിട്ടിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം. വെറൈറ്റി ആയിട്ടുള്ള ഇനി ഒരുപാട് എന്താ പറയുക ഡിസൈൻ ചെയ്യാനുണ്ട്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എന്താ പറയുക, ഇഷ്ടമായോ ഇല്ലയോ എന്നൊക്കെ ഉള്ളത് പറയുക. ഇനി ഓണം സ്പെഷ്യൽ വരാനുണ്ട്. ഓണത്തിന് നമ്മൾ എന്തെങ്കിലും വെറൈറ്റി ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട്. എന്തെങ്കിലും സജഷൻ ഉണ്ടെങ്കിൽ എനിക്ക് മെയിൽ ത്രൂ അയയ്ക്കുക, അല്ലെങ്കിൽ ഇൻസ്റ്റയിൽ പിക്ക് അയച്ചാലും മതി. പിന്നെ വെറും ഹായ് മാത്രം അയച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഞാൻ കാണണമെന്നില്ല. എന്തെങ്കിലും ഫോട്ടോസോ കാര്യങ്ങളൊക്കെ അയച്ചു തന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് ശ്രദ്ധിക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വരാം. താങ്ക് യു.